ഹായ് എല്ലാ കൂട്ടുകാർക്കും ഊരുതൻ്റെ പുതിയൊരു കിഡിൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് തരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ കിഡിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു കിഡിലൻ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, ഈച്ചക്കൊപ്പി വേണോ അല്ലെങ്കിൽ സാധാ ഫോട്ടോഗ്രാഫി വേണോ അങ്ങനെ ഉള്ള വീഡിയോ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഈച്ചക്കൊപ്പി എന്നാണ് നമുക്ക് വന്നത്. അപ്പം നിങ്ങൾക്ക് ഈച്ചക്കൊപ്പിയുടെ കിടിലൻ സീരീസുകൾ നിങ്ങൾക്ക് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പി ഐഡി തന്നെയാണ് സത്യത്തിൽ, അതൊരു ഈച്ചക്കൊപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫോട്ടോ, ഇന്ന് കോപ്പി അടിക്കാൻ പോകുന്ന ഫോട്ടോ ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഫോട്ടോ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റും. ഈ ഫോട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് സത്യത്തിൽ എനിക്ക് പിക്സാർട്ടിൽ നിന്നും ലഭിച്ചതാണ്. അപ്പം ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ പുറകെ തന്നെ വരുന്നുണ്ട്. ഒരു പണിയില്ലാതെ നിങ്ങൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ എന്തായാലും കാണുക. ഓക്കെ, ഈ ഫോട്ടോയ്ക്കകത്ത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഫേസിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ പൊട്ടിക്കീറി അതിനകത്ത് തോന്നുന്നു ഇങ്ങനെ ചിത്രശലഭങ്ങളൊക്കെ വരുന്ന ഒരു സീനാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഭയങ്കര പാടാണ് ഇത് എഡിറ്റ് ചെയ്യാമെന്നൊക്കെ ഒരുപാട് പേർക്കറിയാം. പിന്നെ ഇത് ചിലവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പിക്സാർട്ടിൽ ചിലവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, കാണാത്തവർക്ക് വേണ്ടിയാണ്. നിങ്ങൾ പിക്സാർട്ട് തുറക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാം. അങ്ങനെ വരാത്തവർക്ക് വേണ്ടിയാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും പറയാൻ പോകുന്നത് നമ്മുടെ എഡിറ്റിംഗ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോകുക. അതിനുശേഷം നമ്മുടെ പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ അറിയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് പിക്സാർട്ട് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് പിക്സാർട്ട് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, താഴത്തെ നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ ലിങ്ക് കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിക്സാർട്ട് എന്ന് ചോദിക്കും. അപ്പം പിക്സാർട്ടിനകത്തോട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ കാണിച്ച ഫോട്ടോ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ കാണിക്കും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇനി ഇത് വെറും നിസ്സാരമായിട്ട് എഡിറ്റ് ചെയ്യാം. ഇവർ എഡിറ്റ് ചെയ്തേക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് എഡിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിനകത്ത് റീപ്ലേസ് ഓൺ മൈ ഇമേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ നമ്മുടെ ഗ്യാലറിയിലോട്ടാണ് ഈ ഒരു ഇമേജ് അല്ലെങ്കിൽ ഈ ഒരു വിൻഡോ ഓപ്പൺ ആവുന്നത്. നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ ഓപ്പൺ ചെയ്യാം. അപ്പം ഞാൻ ആ ഫോട്ടോ ഒരെണ്ണം ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം സൈസൊക്കെ ചോദിക്കും. ഞാൻ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ തന്നെ ഫോട്ടോയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ടോൺ, നമ്മൾ എടുത്തേക്കുന്ന കളർ ടോൺ അങ്ങ് മാറും. ഒരു ബ്ലാക്ക് കളറിലോട്ട് മാറും. നമ്മുടെ ഫോട്ടോ കാണിച്ച അതേ ഇതിൽ തന്നെ ആയിരിക്കും പിന്നീടുള്ള എഡിറ്റിങ് പോകുന്നത്. അപ്പോൾ കണ്ടോ ഒരു ബ്ലാക്ക് ടോൺ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, അപ്ലൈ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ തന്നെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇങ്ങനെ കീറി വരുന്ന ഒരു സെക്ഷനാണ് അടുത്തത് വരുന്നത്. അത് നിങ്ങൾക്ക് എവിടെ വേണേലും അത് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. കണ്ടോ, നമുക്കിങ്ങനെ അത് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനത് ജസ്റ്റ് നിങ്ങൾക്ക് ഇത് കാണിക്കാൻ വേണ്ടി മാത്രം പെട്ടെന്നൊന്ന് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിങ്ങനെ ഇവിടെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ മേളത്തോടുള്ള ഭാഗമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തേണ്ടോ ഇറേസ് ചെയ്ത് കളയാവുന്നതാണ്. ഓക്കെ, അപ്പം അത് ഓക്കെ ആയി. അവിടെ എന്നിട്ട് അപ്ലൈ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, അപ്ലൈ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പം തന്നെ അടുത്ത ഇമേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. നിങ്ങളെങ്ങും പോകേണ്ട കാര്യമില്ല. അടുത്ത ഇമേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് കണ്ടോ ആ ചിത്രശലഭങ്ങൾ, ഒരു വലിയ ചിത്രശലഭങ്ങളുടെ ഒരു ഫോട്ടോ, ഒരു സ്റ്റിക്കർ നിങ്ങൾക്ക് വരും. ഓക്കെ, അതപ്പം ഞാൻ കണ്ടോ. ഓക്കെ, അത് ഞാനിങ്ങനെ നമുക്കിഷ്ടമുള്ളിടത്ത് വെക്കാം.
ഞാനിങ്ങനെ ഇത് വെച്ചു. അതിനുശേഷം കൊച്ചു ചിത്രശലഭം, ഒരു 2 ചിത്രശലഭമുള്ളത് കണ്ടോ, അതും ഞാൻ ഇച്ചിരി വലുതാക്കി വെച്ചിട്ടുണ്ട്. നൈസ്, അടിപൊളിയാണ്. അതിനുശേഷം വീണ്ടും അപ്ലൈ കൊടുക്കുക. ഓക്കെ, കണ്ടോ, അപ്ലൈ കൊടുക്കുന്ന സമയത്ത് കണ്ടോ ഒരു വേറൊരു ഇത് വന്നത്. അപ്പം അത് നമ്മൾ കൊടുക്കുക. അതിന് ഞാൻ ഇച്ചിരി ഒപ്പാസിറ്റി ഇച്ചിരി കുറച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം അതും ഒരുവിധമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റിക്കർ അവർ തന്നേക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അതും അപ്ലൈ കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഫൈനലായിട്ടുള്ള നമ്മുടെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. ഒരു ബ്ലൂ കളറിലോട്ട് മാറിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. ഉണ്ടോ, അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം എനിക്ക് ആ ഒരു ബ്ലാക്ക് ടോണാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ സ്കിപ്പ് ചെയ്ത്, നിങ്ങൾക്ക് ആ ഒരു കളർ അല്ലെങ്കിൽ ആ ഒരു സാധനം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അതിനകത്ത് ഇപ്പുറത്ത് തന്നെ സ്കിപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതിനുശേഷം മേലെ എഴുതി കാണിക്കും, കൺഗ്രാറ്റ്സ് എന്നൊക്കെ എഴുതി കാണിക്കും. നമ്മൾ അത് എല്ലാം ഫുള്ളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്കിത് സേവ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് സേവ് കൊടുക്കാം. ഇവിടെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യാം. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു എഡിറ്റിങ്ങിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ നമ്മുടെ ഈച്ച കോപ്പിയൊക്കെ കണ്ടല്ലോ. ഈച്ച കോപ്പിയാണോ അല്ലെങ്കിൽ എന്താണ് ഇതിനെ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പിക്സാർട്ടിനകത്ത് ഇതേപോലെ വരുന്നതായിരിക്കും. അതിനകത്തെല്ലാം നിങ്ങൾക്ക് ഇതേപോലെ ഉള്ളൊരു ഇത് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ചിലവർക്കൊക്കെ അറിയാവുന്നതായിരിക്കും, ചിലവർക്കൊക്കെ അറിയാത്തതായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ പുതിയ വീഡിയോസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണുന്നവരെ